ഇ.ഡി. വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് നടൻ ദുൽഖർ സൽമാൻ കൊച്ചിയിലെ വീട്ടിൽ എത്തി. ചെന്നൈയിൽ നിന്നാണ് ദുൽഖർ കൊച്ചിയിലേക്ക് എത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായില്ല. റിയ ബേബിയാണ് വിവരങ്ങൾ വായിച്ചത്. റിയ കൊള്ളൊക്കമുണ്ടാക്കിയ ഒരു വലിയ റെയ്ഡാണ് രാജ്യവ്യാപകമായി നടന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇ.ഡി. വിളിച്ചു വരുത്തി എന്ന വിവരം വരുന്നത്. ദുൽഖർ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞില്ലേ? ഈ കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂറിന് തൊട്ടു പിന്നാലെയാണ് ഇഡിയും ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പരിശോധനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരേ സമയം 17 ഇടങ്ങളിലായിരുന്നു ഇഡി പരിശോധന നടത്തിയത്. രാവിലെ 7 മണി മുതൽ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ദുൽഖറിന്റെ എളംകുളത്തെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പരിശോധന ആരംഭിച്ചു. 10 മണിക്കൂർ പിന്നിട്ടിട്ടും ആ പരിശോധന തുടരുകയാണ്. അതേസമയം പനമ്പള്ളി നഗർ അടക്കമുള്ള വീടുകളിലെ പരിശോധന അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുൽഖറിന് പുറമെ പൃഥ്വിരാജ്, അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കൽ എന്നീ നടന്മാരുടെ വീടുകൾ, മറ്റു വിവിധ ജില്ലകളിൽ നിന്നുള്ള വാഹന ഡീലർമാരുടെ വീടുകൾ, ചെന്നൈയിലെ ദുൽഖറിന്റെ വീട്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ 17 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന. അതായിരുന്നു ഇഡിയുടെ നീക്കം. ഇതിൽ ഇഡി പറയുന്നത് ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നടൻ ദുൽഖർ സൽമാൻ എത്തിയത്. മാധ്യമപ്രവർത്തകർ ഇഡിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടും കസ്റ്റംസിന്റെ നീക്കവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. നേരെ എളംകുളത്തെ ഈ വീട്ടിലേക്കാണ് ദുൽഖർ എത്തിയത്. ഒരു പക്ഷേ ഇഡി വിളിച്ചു വരുത്തിയതാണ്, ഇഡി ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ദുൽഖറിനെ വിളിച്ചു വരുത്തിയതാണെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇഡി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചപ്പോൾ പരിശോധനകൾ തുടരുന്നുണ്ട്, ചിലയിടങ്ങളിൽ അവസാനിച്ചു എന്നത് മാത്രമായിരുന്നു ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നത്. എന്തായാലും ഈ കസ്റ്റംസിന് പിന്നാലെ, അവരുടെ ഓപ്പറേഷൻ നുംകൂറിന് പിന്നാലെ ഇതിലെ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ഒരു പരിശോധനയും റെയ്ഡുകളും അത് വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. ദുൽഖറിന്റെ വീട്ടിൽ 10 മണിക്കൂർ പിന്നിട്ട് ആ പരിശോധന പുരോഗമിക്കുന്നു.